ഹലോ ഫ്രണ്ട്സ്, സരോജം ഹോം ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ നിങ്ങളോടൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, എൻ്റെ സിസ്റ്റർ മരണപ്പെട്ടിരുന്നു 16 ദിവസങ്ങൾക്ക് മുൻപ്. അപ്പോൾ ഞാൻ വളരെ വിഷമത്തോടു കൂടി ഒരു മിനിറ്റിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു. എൻ്റെ സിസ്റ്ററുടെ ആത്മാവിന് ശാന്തി ലഭിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനുശേഷം എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും അതുപോലെ തന്നെ എൻ്റെ അയൽവാസിയായിട്ടുള്ള സ്നേഹ എന്ന പെൺകുട്ടി അതിമനോഹരമായിട്ട് ഒരു ഗാനം ആലപിക്കുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ചെറിയൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഗാനം അപ്ലോഡ് ചെയ്യുകയാണ്. ആ ഗാനത്തിൻ്റെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ രണ്ട് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള ചെറിയ ഒരു വീഡിയോയാണ് ചെയ്യുന്നത്. വളരെ വിഷമത്തിലാണ് ഞാൻ. ആ വിഷമം എൻ്റെ ജീവിത അവസാനം വരെ ഉണ്ടാകും എന്നുള്ളതിലും തർക്കമില്ല. എന്നാൽ ആ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ചെയ്തതിന് ശേഷം ഒരുപാട് വിഷമം മാറിക്കിട്ടി എന്നുള്ളതാണ് സത്യം. നമ്മളെല്ലാം മനുഷ്യരാണ്. മനുഷ്യരെ സ്നേഹിക്കാൻ മനുഷ്യർക്കേ കഴിയൂ. ഞാൻ ഒരു മിനിറ്റിൻ്റെ വീഡിയോ ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു, എൻ്റെ പെങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ സമയത്ത് ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ വന്ന് ഒരുപാട് പേർ ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് നിരവധി കമൻ്റ് ഇട്ടിരുന്നു. അതുപോലെ തന്നെ വാട്സപ്പിൽ വന്ന് ഒരുപാട് പേര് പൊട്ടിക്കരഞ്ഞുകൊണ്ട് കുറേ വോയിസ് വിട്ടിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യം. ആ വീഡിയോയ്ക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു. ഓരോന്നായിട്ട് ഞാൻ എടുത്ത് വായിക്കുന്നില്ല. എല്ലാ കമൻറ്റുകളും എൻ്റെ ദുഃഖം കുറയ്ക്കുന്നവയായിരുന്നു. ഒരാളെന്നോട് പറഞ്ഞു, അടുത്ത ജന്മവും ഒരു കുഞ്ഞനുജത്തിയായിട്ട് ഈ അനുജത്തി ജനിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ആകുമ്പോൾ ഇനിയും ഒരു ജന്മമുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥിച്ചവർക്കൊക്കെ നന്ദിയും സ്നേഹവും ആത്മാർത്ഥമായിട്ട് അറിയിക്കുകയാണ്. വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും വാട്സപ്പ് മെസ്സേജൊക്കെ ആയിട്ട് 2-3 കാര്യങ്ങൾ പലരും ചോദിച്ചിരുന്നു. അതിന് റിപ്ലൈ തരികയാണ്. പലരും ചോദിച്ച ഒരു ചോദ്യം ഇതായിരുന്നു, പെങ്ങൾക്ക് മക്കളുണ്ടോ എന്ന് ചോദിച്ചിരുന്നു. തീർച്ചയായിട്ടും 3 മക്കളുണ്ട്. ഒരു പെൺകുട്ടിയും 2 ആൺകുട്ടികളുമാണ്. പെൺകുട്ടിയാണ് മൂത്തത്, ഡിഗ്രി 3rd ഇയർ പഠിക്കുന്നു. രണ്ടാമത്തത് ആൺകുട്ടിയാണ്, അവൻ ഡിഗ്രി 1st ഇയർ പഠിക്കുന്നു. മൂന്നാമത്തത് ആൺകുട്ടിയാണ്, അവൻ +1 പഠിക്കുന്നു. പിന്നെ പലരും ചോദിച്ചത് ഇതായിരുന്നു, എങ്ങനെയാണ് മരണപ്പെട്ടത് എന്ന്. മരണപ്പെട്ടല്ലോ, ദയവ് ചെയ്ത് ഇനി അതൊന്നും ഓർമ്മിപ്പിക്കരുത്, ആരും അങ്ങനെ ചോദിക്കരുത്. മരണപ്പെട്ടു പോയി. പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും വളരെ സ്നേഹം നൽകുകയാണ്, അതിൻ്റെ നന്ദി അറിയിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ വളരെ വില കുറവിൽ ഒരു സെയിൽ വീഡിയോ ആയിട്ട് വരുന്നതാണ്. എൻ്റെ അയൽവാസിയായിട്ടുള്ള സ്നേഹ എന്ന പെൺകുട്ടി പാടിയ ആ ഗാനം എങ്ങനെയുണ്ട് എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ടതാണ്.